We have already discussed three different types of ownerships, that is single ownership, partnership and joint stock companies. So we already discussed the advantages, what are these type of organizations, the advantages of all these and disadvantages, drawbacks and applications of three different types ownerships. So the next type of ownership is cooperative organization. The remaining two types are cooperative organization and public and private sector organizations. So what is cooperative organization? It is a form of private ownership which contains features of large partnership as well as some features of cooperation. And the main aim of cooperative is to provide goods and service to the members of cooperative at lower cost. Okay. The members pay fees or buy shares of the cooperative and profits are periodically redistributed to them. Like in joint stock company, in cooperative organization, joint stock company is depends on profit oriented ആണ് ജോയിന്റ് സ്റ്റോക്ക് കമ്പനീസ്. പക്ഷേ കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് ഓറിയന്റഡ് അല്ലാതെ ഒരു സർവീസ് പോലെ, ഒരു സൊസൈറ്റിക്ക് കൊടുക്കുന്ന സർവീസ് പോലെ കുറച്ച് ആളുകൾ ചേർന്നിട്ട് ഷെയർസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് അല്ലെങ്കിൽ ആ ഷെയർസ് ഒരുമിച്ചെടുത്തിട്ട് ഒരു കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻ ഫോം ചെയ്യുന്നു. ആൻഡ് നോട്ട് ഫോർ പ്രോഫിറ്റ്, ഇറ്റ്സ് ഫോർ providing goods and service to the members of cooperative or to the common man. ആൻഡ് ഈ ഇവിടുന്ന് കിട്ടുന്ന ചെറിയൊരു പ്രോഫിറ്റ് ഈ മെമ്പേഴ്സ് ഓഫ് ദ കോപ്പറേറ്റീവ് ഷെയർസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് എത്ര പേരാണോ ഷെയർ എടുത്ത് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് അവര് പ്രോഫിറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ട് എടുക്കും. പിന്നെന്താണ് ഈ കോപ്പറേറ്റീവ്, നമ്മൾ അവിടെ പറഞ്ഞ പോലെ ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയിൽ ഓൾറെഡി ഡിസ്കസ് ചെയ്ത പോലെ ഒരു മാനേജിംഗ് ബോഡി വേണ്ടേ. കുറെ ആളുകൾ ഷെയർ എടുത്തിട്ട് സ്റ്റാർട്ട് ചെയ്തതാണ് കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഷെയർ ഹോൾഡേഴ്സിന്റെ അടുത്ത് നിന്ന് ഷെയർ ഹോൾഡേഴ്സ് ഇലക്ട് ചെയ്തിട്ടാണ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ ഇവിടെയും സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് ഷെയർ ഹോൾഡേഴ്സ് ഉണ്ടാവും. അതുകൊണ്ട് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് മാനേജിംഗ് ബോഡി എന്ന് പറഞ്ഞാൽ ഒരു കുറച്ച് പേരിൽ ഓറിയന്റഡ് ആയിരിക്കണ്ടേ. അപ്പൊ അതുകൊണ്ട് ആ മാനേജിംഗ് ബോഡി ഇതിൽ വർക്ക് ചെയ്യാൻ താല്പര്യമുള്ള, ആക്റ്റീവായിട്ട് ബിസിനസ് റൺ ചെയ്യാൻ താല്പര്യമുള്ള കുറച്ച് പേര്. ഇപ്പൊ ഒരുപാട് പേര് ഷെയർ എടുക്കുന്ന വെച്ചാൽ എല്ലാവരും ആ ബിസിനസ്സിൽ വന്ന് ആക്റ്റീവായി വർക്ക് ചെയ്യാൻ പറ്റണമെന്നില്ലല്ലോ. അതിൽ ആക്റ്റീവും സൈലന്റ് പാർട്ട്നേഴ്സ് നേരത്തെ പറഞ്ഞ പോലെ പല രീതിയിൽ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഓൾറെഡി ഇതിലേക്ക് ഒരു എമൗണ്ട് മാത്രം കൊടുക്കുക, സൈലന്റ് ആയിട്ട് ഇരിക്കുക, അങ്ങനെ കുറെ പേരുണ്ടാവും. അപ്പൊ അങ്ങനെ എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് ഒരു ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് പാനലിനെ സെലക്ട് ചെയ്യും. അവരാണ് ആക്റ്റീവായിട്ട് ഈ കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻ റൺ ചെയ്യുന്നത്. ഇപ്പോൾ പീരിയോഡിക് മീറ്റിംഗ് കണ്ടക്ട് ചെയ്യലും അതുപോലെ ടാക്സേഷൻ, ഫോർമേഷൻ, ലോസ് ഡിലേ, അതെല്ലാം എല്ലാവരും കൂടെ ഒരുമിച്ചായിരിക്കും ചെയ്യുന്നത്. ആൻഡ് ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് ഡെമോക്രാറ്റിക് ഓണർഷിപ്പ്. ഓക്കെ. ആൻഡ് ഇറ്റ് ഈസ് ഫോംഡ് ബൈ സം മോട്ടിവേറ്റഡ് ഇൻഡിവിജ്വൽസ് ഫോർ ഒബ്റ്റെയിനിങ് നെസസിറ്റീസ് ഓഫ് എവറി ഡേ ലൈഫ് അറ്റ് റേറ്റ്സ് ലെസ് ദാൻ ദോസ് ഓഫ് മാർക്കറ്റ്. അപ്പം അതാണ് ഈ മെയിൻ എയിം ഓഫ് കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻ. അപ്പൊ സെൽഫ് ഹെൽപ്പ് അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഈ കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാല് ഫോംസ് ഓഫ് കോപ്പറേറ്റീവ് എന്റർപ്രൈസ് ആണ് നമ്മൾ നെക്സ്റ്റ് പറയാൻ പോകുന്നത്. ഫോംസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഡിഫറെന്റ് ടൈപ്സ്. നിങ്ങൾക്ക് തന്നെ ഫെമിലിയർ ആയിരിക്കും ഇതിൽ പറയുന്ന മിക്കതും. ഡിഫറെന്റ് ഫോംസ് അല്ലെങ്കിൽ ഡിഫറെന്റ് ടൈപ്സ് ഉള്ള ഈ കോപ്പറേറ്റീവ് എന്റർപ്രൈസസ്. കൺസ്യൂമർ കോപ്പറേറ്റീവ്സ് കേട്ടിട്ടുണ്ടാവില്ലേ? റീറ്റെയിൽ ട്രേഡ്സ് ആൻഡ് സർവീസസ് ഒക്കെ നടക്കുന്ന കൺസ്യൂമർ കോപ്പറേറ്റീവ്സ്, സൂപ്പർ മാർക്കറ്റ്സ് പോലെയൊക്കെ. പിന്നെ പ്രൊഡ്യൂസർ കോപ്പറേറ്റീവ് എന്ന് പറഞ്ഞാൽ ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഡയറി പ്രൊഡക്ട്സ്, ഗ്രെയിൻസ്, ഫ്രൂട്ട്സ് എക്സെട്ര, അതൊക്കെ ഗ്രൂപ്പ് ബൈയിങ് ആൻഡ് സെല്ലിങ്ങിന് വേണ്ടിയുള്ളതാണ് പ്രൊഡ്യൂസർ കോപ്പറേറ്റീവ്സ്. കോപ്പറേറ്റീവ് ഫാമിംഗ് മീൻസ് ഗുഡ് ക്വാളിറ്റി ഈൽഡ്, ഫാംസിൽ നിന്നും ഗുഡ് ക്വാളിറ്റി ഈൽഡ് പ്രോഡക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള കോപ്പറേറ്റീവ് ഫാമിംഗ്. പിന്നെ കോപ്പറേറ്റീവ് ഹൗസിംഗ്, ഇറ്റ്സ് ഫോർ കൺസ്ട്രക്ടിങ് ആൻഡ് പ്രൊവൈഡിങ് ഹൗസസ് ടു ദ മെമ്പേഴ്സ് ഓഫ് ദിസ് ഓർഗനൈസേഷൻ, കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻ. ലെസർ റേറ്റ്സിൽ ഹൗസ് ബിൽഡിംഗ് ആൻഡ് കൺസ്ട്രക്ഷൻ. കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റി എന്ന് വെച്ചാൽ അറിയാം നിങ്ങൾക്ക്. കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റി ഇസ് എ ബാങ്കിങ് അല്ലെ, ബാങ്കിങ് ഏരിയയിലുള്ള കോപ്പറേറ്റീവ് ബാങ്കിങ് ആണ് കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റി. അപ്പോൾ നീഡി ഇൻഡിവിജ്വൽസിന് പെട്ടെന്ന് തന്നെ ലോൺ പ്രൊവൈഡ് ചെയ്യാനൊക്കെ വേണ്ടി വളരെ യൂസ്ഫുൾ ആണ് കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റി. അപ്പൊ ഇത്രയും ആണ് ഫോംസ് ഓഫ് കോപ്പറേറ്റീവ് എന്റർപ്രൈസ് കേട്ടോ. അപ്പൊ നെക്സ്റ്റ് നമ്മൾ ഇതിന്റെ അഡ്വാൻറ്റേജസ് ആൻഡ് ഡ്രോബാക്സ് ആണ് കോപ്പറേറ്റീവ് ഓർഗനൈസേഷന്റെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്?
മെയിൻ എയിം എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മാക്സിമം പ്രോഫിറ്റ് റെഡ്യൂസ് ചെയ്തിട്ട് ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതല്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ ഡെയിലി നെസസിറ്റീസ് ഓഫ് ലൈഫ് ക്യാൻ ബി മെയ്ഡ് അവൈലബിൾ അറ്റ് ലോവർ റേറ്റ്സ്. ഓക്കെ, ആൻഡ് ഓൾറെഡി വി ഡിസ്കസ് ഇറ്റ്സ് എ ഫോം ഓഫ് ഡെമോക്രാറ്റിക് ഫോം ഓഫ് ഓണർഷിപ്പ് ആൻഡ് no person can make huge profits. That's also an advantage of this type of organization. ഒരാൾക്ക് ഒരു ഹ്യൂജ് പ്രോഫിറ്റ് ഉണ്ടാക്കാനായിരുന്നു പറ്റുന്നില്ലല്ലോ, എല്ലാവരും ഈക്വൽ ഷെയർ എടുക്കുന്നു, ഒരു സർവീസ് ടു ദ സൊസൈറ്റി ആയിട്ടാണ് ഇത് കണ്ടക്ട് ചെയ്യുന്നത്. ദെൻ ഇറ്റ് പ്രൊമോട്ട്സ് കോഓപ്പറേഷൻ, മ്യൂച്വൽ അസിസ്റ്റൻസ് ആൻഡ് ഐഡിയ ഓഫ് സെൽഫ് ഹെൽപ്പ്. ഓക്കെ, ദെൻ ദ ചാൻസ് ഓഫ് ലാർജ് സ്റ്റോക്ക് ഹോൾഡിംഗ് ഓൾ ബ്ലാക്ക് മാർക്കറ്റിംഗ് എന്ന് കേട്ടിട്ടില്ലേ? ബ്ലാക്ക് മാർക്കറ്റിംഗ് ആർ എലിമിനേറ്റഡ് ഇൻ കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻ. എന്ന് വെച്ചാൽ ഒരുമിച്ച് സാധനങ്ങൾ ഇങ്ങനെ വാങ്ങി വെച്ചിട്ട് അതിന്റെ വില കുറഞ്ഞ സമയത്ത് വാങ്ങി വെച്ചിട്ട് നല്ല വില കൂടും, ഉള്ളിക്കൊക്കെ വില കൂടുന്ന സമയത്ത് ഒരുമിച്ച് മാർക്കറ്റിലേക്ക് ഇറക്കുക, അതൊക്കെയാണ് ഈ ബ്ലാക്ക് മാർക്കറ്റിംഗ് ഉദ്ദേശിക്കുന്നത്. അതെല്ലാം എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടി കോപ്പറേറ്റീവ് ഓർഗനൈസേഷനെ കൊണ്ട് ഹെൽപ്പ് ചെയ്യും. നോ വൺ പേഴ്സൺ ക്യാൻ മേക്ക് ഹ്യൂജ് പ്രോഫിറ്റ്. സെയിം ടൈം കോമൺ മാൻ ഈസ് ബെനിഫിറ്റഡ് ബൈ ദ കോപ്പറേറ്റീവ്. മോണിറ്ററി ഹെൽപ്പ് ക്യാൻ ബി സെക്യൂർഡ് ഫ്രം ദ ഗവൺമെന്റ്. ഓക്കെ, കോപ്പറേറ്റീവ് സൊസൈറ്റി ആയതുകൊണ്ട് തന്നെ ഗവൺമെന്റ് എയ്ഡെല്ലാം മാക്സിമം പ്രൊവൈഡ് ചെയ്യും. അപ്പൊ ഇത്രയൊക്കെയാണ് നമ്മുടെ കോപ്പറേറ്റീവ് ഓർഗനൈസേഷന്റെ അഡ്വാൻറ്റേജസ്. ഇനി നെക്സ്റ്റ് ഡിസഡ്വാൻറ്റേജസ് ഡ്രോബാക്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഡ്രോബാക്സ് എന്ന് പറഞ്ഞാൽ മെയിൻ ഡ്രോബാക്ക് ഈസ് ഈ മെമ്പേഴ്സ് ഉണ്ടല്ലോ, ഷെയർ ഹോൾഡേഴ്സിന്റെ കുറച്ച് സെലക്ട് ചെയ്ത് വന്ന മാനേജിങ് ബോഡി, അപ്പൊ അവരാണ് ഇത് ഹോൾ ഷോ മാനേജ് ചെയ്യുക. ഓൾറെഡി നമ്മൾ നേരത്തെയൊക്കെ പറഞ്ഞ പോലെ തന്നെ കംപ്ലീറ്റ് മാനേജിങ് ബോഡി എന്ന് പറഞ്ഞാൽ കുറച്ച് ആളുകളായിരിക്കും. അവര് കോമ്പീറ്റന്റ് അല്ലെങ്കിൽ അവർ എഫിഷ്യന്റ് അല്ലെങ്കിൽ ഇതൊരു ഗുഡ് സക്സസിലേക്ക് എത്തിക്കാൻ വേണ്ടി പറ്റണമെന്നില്ല. ദാറ്റ്സ് എ ഡിസ്അഡ്വാൻറ്റേജ്. ഓക്കെ, then conflict may arise among the members on the issue of sharing responsibility and enjoying authorities. മനസ്സിലായോ? ഈ പറഞ്ഞ മാനേജിംഗ് ബോഡി കുറച്ച് പേരുണ്ടാവും. അപ്പൊ ഇൻ ബിറ്റ്വീൻ അവർ കോമ്പീറ്റന്റ് അല്ലെങ്കിലുള്ള ഒരു ഇഷ്യൂ ഉണ്ട്. സെയിം ടൈം അവരുടെ ഇടയ്ക്ക് കോൺഫ്ലിക്ട്സ് വന്നു കഴിഞ്ഞാലും റെസ്പോൺസിബിലിറ്റി എങ്ങനെ ഷെയർ ചെയ്യണം, അതോറിറ്റീസ് എങ്ങനെ എൻജോയ് ചെയ്യണം എന്നുള്ളതിന് കോൺഫ്ലിക്ട്സ് വന്നു കഴിഞ്ഞാൽ അതൊരു മെയിൻ ഇഷ്യൂ ആയിട്ട് അവിടെ നിലനിൽക്കും. സോ ആ ഓർഗനൈസേഷന്റെ സ്മൂത്ത് റണ്ണിങ്ങിനെ അത് എഫക്ട് ചെയ്യും. അത് പേഴ്സണൽ അഡ്വാൻറ്റേജസ് എടുക്കാൻ വേണ്ടി ആളുകൾ ട്രൈ ചെയ്യാം. ഈ ടോപ്പ് പൊസിഷനിൽ മാനേജിംഗ് ബോഡി ആയിരിക്കുന്നവർ അവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അതിൻ്റെ അകത്ത് പ്രോഫിറ്റ് ഒക്കെ കൂടുതൽ എടുക്കാനൊക്കെ ശ്രമിച്ചു കഴിഞ്ഞാലും ഇഷ്യൂ വരും അല്ലേ. പിന്നെ നമ്മളെ ലിമിറ്റഡ് ഫിനാൻസ് ആണ് ഇതിൽ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ സ്പെഷ്യലിസ്റ്റ് അഡ്വാൻസ് സർവീസസ് ഒന്നും ഇതിലേക്ക് കൊണ്ടുവരാൻ പറ്റില്ല. കാരണം ഇതൊരു പ്രോഫിറ്റ് ഓറിയന്റഡ് അല്ലല്ലോ, സർവീസ് ടു ദ സൊസൈറ്റി അല്ലേ. അപ്പോൾ ഹൈ സാലറിഡ് ഹൈ പെയ്ഡ് ഒഫീഷ്യൽസിനെ ഒന്നും കൊണ്ടുവന്ന് ഒരു സ്പെഷ്യലിസ്റ്റ് അഡ്വൈസ് ഒന്നും എടുക്കാൻ ബുദ്ധിമുട്ടാണ്. പിന്നെ എന്തൊക്കെയാ തോന്നുന്നു നിങ്ങൾക്ക് മനസ്സിൽ വരുന്ന ഡിസഡ്വാൻറ്റേജസ് ഒക്കെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാം കേട്ടോ. The next one, the members being in services may not be able to devote necessary attention and adequate time for supervising the works of the cooperative enterprise. Okay. എന്ന് വെച്ചാൽ സർവീസ് എന്ന് ഉദ്ദേശിക്കുന്നത് കൊണ്ട് തന്നെ അവർക്ക് സർവീസ് എന്നുള്ള രീതിയിൽ വർക്ക് ചെയ്യുന്ന ഒരു ഓർഗനൈസേഷൻ ആയതുകൊണ്ട് തന്നെ ഇതിലിപ്പോൾ നമ്മൾ പറഞ്ഞ ആ മാനേജിങ് ബോഡി എന്ന് പറഞ്ഞാൽ അവർക്ക് ഒരു നല്ലൊരു എമൗണ്ട് അല്ലെങ്കിൽ സാലറി ആയിട്ടൊന്നും ഇതിൽ കിട്ടില്ല, വലിയൊരു എമൗണ്ട് ഒന്നും കിട്ടില്ല. അപ്പം അവർ മാക്സിമം ഡിവോട്ട് ചെയ്ത് മാക്സിമം ഹാർഡ് വർക്ക് ചെയ്തിട്ട് ബിസിനസ് നന്നായി റൺ ചെയ്ത് കൊണ്ടുപോയാലും അവർക്ക് കിട്ടുന്ന റെമ്യൂണറേഷൻ വളരെ കുറവായിരിക്കും. അപ്പം അത് ചെറിയൊരു ഡ്രോബാക്ക് ആണല്ലേ. അപ്പം അതൊക്കെയാണ് നമ്മളെ കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻ്റെ എന്താണ് കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻ, എന്തൊക്കെയാണ് അതിൻ്റെ അഡ്വാൻറ്റേജ് ആൻഡ് ഡ്രോബാക്സ്. നെക്സ്റ്റ് ഈസ് പബ്ലിക് സെക്ടർ. പബ്ലിക് സെക്ടർ ഈസ് എ പാർട്ട് ഓഫ് സ്റ്റേറ്റ് ദാറ്റ് ഡീൽസ് വിത്ത് ദ ഡെലിവറി ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ബൈ ആൻഡ് ഫോർ ദ ഗവൺമെന്റ്, വെദർ നാഷണൽ, റീജിയണൽ ഓർ ലോക്കൽ. ഇപ്പോൾ പബ്ലിക് സെക്ടർ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല, ഗവൺമെന്റ് ഓൺഡ് ബിസിനസ് പബ്ലിക് സെക്ടർ. ഒബ്ജക്റ്റീവ്സ് ഓഫ് പബ്ലിക് സെക്ടേഴ്സ് എന്തൊക്കെയാണ്? To provide basic infrastructure facilities for the growth of economy and to promote rapid economic development, to avoid concentration of economic power in a few hands. Okay,
avoid concentration of economic power in a few hands, rapid economic development, to look after well-being and welfare of public sector government owned എന്ന് പറയുമ്പോൾ ഇത് നോർമലി ഇറ്റ് എയിം ഷുഡ് ബി വെൽബീങ് ആൻഡ് വെൽഫെയർ ഓഫ് പബ്ലിക്. ഓക്കെ, അപ്പോൾ അതാണ് പബ്ലിക് സെക്ടർ. അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? Profit earned by public sector may be used for general welfare of the community. നമ്മൾ കമ്മ്യൂണിറ്റി വെൽഫെയർ തന്നെയാണല്ലോ മെയിൻ ആയിട്ടുള്ള എയിം എന്ന് പറഞ്ഞാൽ, അപ്പം പ്രോഫിറ്റും കമ്മ്യൂണിറ്റി വെൽഫെയർ തന്നെയാണ്. ആൻഡ് പബ്ലിക് സെക്ടർ ഹെൽപ്സ് ഇൻ ഗ്രോത്ത് ഓഫ് ഇൻഡസ്ട്രീസ് വിച്ച് റിക്വയർ ഹ്യൂജ് എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ ആൻഡ് വിച്ച് കാനോട്ട് ഫ്ലറിഷ് അണ്ടർ ദ പ്രൈവറ്റ് സെക്ടർ. ആ ടൈപ്പ് ഓഫ് കമ്പനീസിലൊക്കെ പബ്ലിക് സെക്ടർ ആക്കിയിട്ട് ആയി മാറിക്കഴിഞ്ഞാൽ നല്ലതാണ്. പ്രൈവറ്റ് സെക്ടറിൽ വർക്ക് ചെയ്യാൻ പറ്റാത്തത് ഗവൺമെന്റ് തന്നെ ഡെവലപ്പ് ചെയ്ത് ഗവൺമെന്റ് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ വേണ്ടി വരുമ്പോൾ പ്രൈവറ്റ് സെക്ടറിൽ പോസിബിൾ ആവുന്നത് കുറവല്ലേ. ഡ്യൂ ടു capital raw material, fuel, power and transport are easily made available to them. മീൻസ് പബ്ലിക് സെക്ടർ ആയതുകൊണ്ട് ഇതൊക്കെ ഈസിലി അവൈലബിൾ ആയിരിക്കും. ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട് കേട്ടോ, എല്ലാം കൂടെ പറയുന്നില്ല. പിന്നെ പബ്ലിക് സെക്ടർ ഓഫേഴ്സ് ഇക്വിറ്റബിൾ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ടു ഓൾ ആൻഡ് ദർ ഇസ് നോ ഡിസ്ക്രിമിനേഷൻ. പ്രൈവറ്റ് സെക്ടർ പോലെ ഒരു ഡിസ്ക്രിമിനേഷൻ അവിടെ വരുന്നില്ല. എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് എല്ലാവർക്കും കൊടുക്കും അല്ലെ. പബ്ലിക് സെക്ടറിൽ നമുക്ക് ഗവൺമെന്റ് ജോലി കിട്ടുന്ന ആ ഒരു ഇതുണ്ടല്ലോ, അപ്പൊ അതുകൊണ്ട് ഡിവൈഡഡ് ആകുമ്പോൾ എല്ലാവർക്കും ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് ആണ് പബ്ലിക് സെക്ടറിൽ എംപ്ലോയ്മെന്റിന് പ്രൊവൈഡ് ചെയ്യുന്നത്. ആൻഡ് ഇൻഡസ്ട്രിയൽ ഗ്രോത്ത് എൻകറേജ് ചെയ്യുന്നുണ്ട്. പബ്ലിക് എന്റർപ്രൈസ് എൻകറേജ് ഇൻഡസ്ട്രിയൽ ഗ്രോത്ത് ഓഫ് അണ്ടർ ഡെവലപ്ഡ് റീജിയൻസ് ഇൻ ദ കൺട്രി. ആൻഡ് പ്രോഫിറ്റ് ഏൺഡ് ബൈ പബ്ലിക് സെക്ടർ യൂസ്ഡ് ഫോർ ജനറൽ വെൽഫെയർ ഓഫ് ദ കമ്മ്യൂണിറ്റി. ഓക്കെ, ഇതൊക്കെയാണ് അഡ്വാൻറ്റേജസ്. ഒരുപാട് അഡ്വാൻറ്റേജസിൽ കുറച്ച് മാത്രമാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഡീമെറിറ്റ്സ് എന്തൊക്കെ പറയാം? Demerits are public sector can rarely attain the efficiency of a private enterprise. Wastage and inefficiency can seldom be reduced to a minimum. Then, due to heavy administrative expenses, state enterprises are mostly run at a loss, leading to additional burden of taxation on the people. അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസസിന്റെ ഹെവി അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസസ് വരുന്നത് കൊണ്ട് മിക്കവാറും സ്റ്റേറ്റ് എന്റർപ്രൈസസ് എല്ലാം ഗവൺമെന്റ് ഓൺ എന്റർപ്രൈസസ് എല്ലാം നഷ്ടത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ടാക്സ് അത് ഒരു ജനങ്ങൾക്ക് ടാക്സേഷന്റെ ബർഡനായി മാറുന്നു. There is too much interference by government and politicians in the internal affairs of the public enterprise. ഇതൊക്കെ നമുക്ക് പറയാവുന്നതാണല്ലേ, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഇന്റർഫറൻസിന്റെ പൊളിറ്റീഷ്യൻ സൈഡിലും ഗവൺമെന്റ് സൈഡിൽ നിന്നൊക്കെ ഒരുപാട് ഇന്റർഫറൻസ് വരുന്നതുകൊണ്ട് ഒരുപാട് ഇഷ്യൂസ് വരും പബ്ലിക് എന്റർപ്രൈസ് റൺ ചെയ്ത് പോകുന്നതിൽ. അപ്പോൾ ഇൻഎഫിഷ്യന്റ് ആയി മാറും. ഡിലേ ഇൻ ഡിസിഷൻസ് ഇസ് എ വെരി കോമൺ ഫിനോമിന ഇൻ പബ്ലിക് എന്റർപ്രൈസ്. അപ്പോൾ ഗവൺമെന്റ് ഓർഡറൊക്കെ ആയി വരുമ്പോഴേക്കും പെട്ടെന്ന് തന്നെ നടക്കേണ്ട കാര്യങ്ങളൊന്നും അപ്പം തന്നെ നടത്താൻ പറ്റാത്തൊരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ അത് ഇഷ്യൂസ് ഉണ്ടാകും. സോ ഡിസിഷൻസിലെ ഡിലേ എല്ലാം നോർമലി കോമൺ ആണ് എന്നാണ് പറയുന്നത്. ഇൻകോമ്പീറ്റന്റ് പേഴ്സൺ മേ ഒക്യുപ്പൈ ഹൈ ലെവൽസ്. അപ്പോൾ ഒരു ജസ്റ്റ് ക്വാളിഫിക്കേഷൻ നോക്കിയിട്ടൊക്കെ ആയിരിക്കും സെലക്ഷൻ നടക്കുന്നുണ്ടാവുള്ളൂ. അത് കോമ്പീറ്റന്റ് ആവണമെന്നില്ല. ക്വാളിഫൈഡ് പേഴ്സൺസ് ആയിരിക്കും, പക്ഷെ അവർ കോമ്പീറ്റന്റ് ആവണമെന്നില്ല. പ്രൈവറ്റ് സെക്ടറിലാകുമ്പം കുറച്ചും കൂടെ ഇവാലുവേഷനൊക്കെ കൂടുതൽ നടത്തിയിട്ടായിരിക്കും ഓരോ പോസ്റ്റ് സെലക്ട് ചെയ്യുന്നത് ആവാം. അപ്പം അതെല്ലാം ഒരു ഡ്രോബാക്ക് ആയി കൺസിഡർ ചെയ്യാം. വർക്കേഴ്സ് പ്രൈവറ്റ് കൺസേൺസിനെ പോലെ വർക്കേഴ്സ് വർക്ക് ചെയ്യണം എന്നില്ല എന്നുകൂടെ ഒരു ഡ്രോബാക്ക് നമുക്ക് ഈ ഡീമെറിറ്റ്സ് ആയിട്ട് പറയാം. Compared to private sector, demerits of public sector. And private sector serves personal interest and is a non-government sector. Okay, private sector is a non-government sector and profit is the main objective. Public sector എന്താണ്? Service is the main objective, but here in private sector profit will be the main objective. Private sector serves personal interest and non-government sector. It constitutes mainly consumers, goods, industries where profit possibilities are high. Okay.
So a private sector does not undertake risky ventures or those having low profit margin. അപ്പം അതാണ് നമ്മളെ പ്രൈവറ്റ് സെക്ടർ ഇല്ലെങ്കിൽ ഇതുപോലെ റിസ്കി പ്രോജക്ട്സിൽ ഇപ്പം നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ അണ്ടർ ഡെവലപ്ഡ് റീജിയൻസ് ഓഫ് ദ കൺട്രീസിലൊക്കെ വരുന്ന വർക്കുകൾ അവിടെ ഇൻഡസ്ട്രിയൽ ഗ്രോത്ത് ഒന്നും പ്രൈവറ്റ് സെക്ടേഴ്സ് പ്രോഫിറ്റ് ഓറിയന്റഡ് ആയതുകൊണ്ട് തന്നെ നടത്തില്ല. അപ്പോൾ നമ്മളെ പബ്ലിക് സെക്ടർ ഇല്ലെങ്കിൽ ആ കാര്യങ്ങളൊന്നും ഒരിക്കലും നടന്നു പോവില്ല. അപ്പോൾ കൺസ്യൂമേഴ്സിന് എപ്പോഴും ബെനിഫിറ്റിന് വേണ്ടിയിട്ട് എപ്പോഴും നന്നാവുക പ്രൈവറ്റ് സെക്ടറിനേക്കാളും പബ്ലിക് സെക്ടർ ആയിരിക്കും അല്ലെ. ചീപ്പർ പ്രോഡക്ട്സ് എത്തിക്കാൻ വേണ്ടിയിട്ട് മാക്സിമം സർവീസ് പ്രൊവൈഡ് ചെയ്യാന്ന് പറഞ്ഞാൽ എപ്പോഴും പബ്ലിക് സെക്ടർ അല്ലേ പറ്റുള്ളൂ. അതുകൊണ്ട് പ്രൈവറ്റ് സെക്ടർ എന്ന് പറഞ്ഞാൽ പ്രൈവറ്റ് എന്റർപ്രൈസ് ആണ്. അതിൻ്റെതായ അഡ്വാൻറ്റേജും ഡ്രോബാക്സും ഉണ്ട് കേട്ടോ പ്രൈവറ്റ് സെക്ടറിന്. അപ്പൊ നമ്മൾ പ്രൈവറ്റ് സെക്ടറിന്റെ അഡ്വാൻറ്റേജ് ആണ് പറയുന്നത്. മാഗ്നിറ്റ്യൂഡ് ഓഫ് പ്രോഫിറ്റ് ഇൻകേർഡ് ഈസ് ഹൈ. നേരത്തെ പ്രോഫിറ്റ് ഓറിയന്റഡ് അല്ല എന്ന് പറഞ്ഞു പബ്ലിക് സെക്ടർ അല്ലെ. പബ്ലിക് സെക്ടർ ഒരിക്കലും പ്രോഫിറ്റ് ഓറിയന്റഡ് ആയിരിക്കില്ല. പക്ഷെ പ്രൈവറ്റ് സെക്ടറിന് പ്രോഫിറ്റ് ഹൈ ആയതുകൊണ്ട് അവിടെ പേയ്മെന്റും അല്ലെങ്കിൽ എംപ്ലോയീസിന് കിട്ടുന്ന ബെനിഫിറ്റ് കൂടുതലായിരിക്കും. സോ എഫിഷ്യൻസി ഓഫ് ദ പ്രൈവറ്റ് എന്റർപ്രൈസ് വിൽ ബി ഹൈ ആൻഡ് വേസ്റ്റേജ് ഓഫ് മെറ്റീരിയൽ ആൻഡ് ലേബർ ഈസ് മിനിമം. ഡിസിഷൻ മേക്കിംഗ് പ്രോംപ്റ്റ് ആയിട്ട് നടക്കുന്ന ഒരു ഏരിയ ആണ് അല്ലേ. There is no interference in its internal affairs by politicians or governments. Maybe there is no interference in its internal affairs by politicians or government. Competent persons occupy high levels. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ക്വാളിഫിക്കേഷൻ മാത്രമായിരിക്കില്ല, കോമ്പീറ്റന്റ് പേഴ്സൺസിനെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കൂടുതൽ ക്രൈറ്റീരിയാസ് യൂസ് ചെയ്തിരിക്കാം. സോ ഹൈ ലെവൽ ഓഫീഷ്യൽസ് ഒക്കെ കോമ്പീറ്റന്റ് ആവാം. ആൻഡ് ഇത്രയൊക്കെയാണ് നമ്മളെ അഡ്വാൻറ്റേജസ് ഓഫ് പ്രൈവറ്റ് സെക്ടറിൽ പറയാവുന്നത്. ഡിമെറിറ്റ്സ് എന്തൊക്കെയാവാം? എക്സ്പ്ലോയിറ്റേഷൻ ആയിരിക്കും മെയിൻ ഡിമെറിറ്റ് എന്ന് പറഞ്ഞാല്. എക്സ്പ്ലോയിറ്റേഷൻ മോട്ടീവ്, ദ വർക്കേഴ്സ് ആൻഡ് ദ കൺസ്യൂമേഴ്സ് മേ നോട്ട് റിസീവ് ഫെയർ ഡീൽ. ഓക്കെ, എപ്പോഴും പ്രോഫിറ്റ് ഓറിയന്റഡ് ആയതുകൊണ്ട് തന്നെ സർവീസ് ടു ദ സൊസൈറ്റി അല്ല ഒരിക്കലും ഉദ്ദേശിക്കുന്നത്. ഒരു ഫെയർ ഡീൽ ഒരിക്കലും ഒരു കൺസ്യൂമേഴ്സിന് അവിടെ നിന്ന് കിട്ടണം എന്നില്ല. ദർ ഈസ് ഡെർത്ത് ഓഫ് ക്യാപിറ്റൽ ടു എക്സ്പാൻഡ് ദ ബിസിനസ്. ക്യാപിറ്റൽ പ്രൈവറ്റ് സെക്ടർ ആയതുകൊണ്ട് ക്യാപിറ്റൽ അവൈലബിലിറ്റി മാക്സിമം പബ്ലിക് സെക്ടറിന്റെ അത്രയും വരില്ല. കോൺസെൻട്രേഷൻ ഓഫ് വെൽത്ത് ഇൻ ഹാൻഡ്സ് ഓഫ് എ ഫ്യൂ ആൻഡ് പ്രൈവറ്റ് എന്റർപ്രൈസ് ലീഡ് ടു അൺബാലൻസ്ഡ് ഗ്രോത്ത് ഓഫ് ഇൻഡസ്ട്രീസ്. അപ്പൊ ദീസ് ആർ ഡിമെറിറ്റ്സ് ഓഫ് പ്രൈവറ്റ് സെക്ടേഴ്സ്. അപ്പൊ ഇത്രയാണ് നമ്മളെ പബ്ലിക് സെക്ടർ ആൻഡ് പ്രൈവറ്റ് സെക്ടർ. സോ ദീസ് ആർ സിംഗിൾ ഓണർഷിപ്പ്, പാർട്ട്ണർഷിപ്പ്, ജോയിന്റ് സ്റ്റോക്ക് കമ്പനി, കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻ, പബ്ലിക് ആൻഡ് പ്രൈവറ്റ് സെക്ടർ. ഇത്ര 5 എണ്ണമാണ് നമ്മളെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഓണർഷിപ്പ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, താങ്ക് യു.